മനസ്സുണ്ട്. ഇത് മിക്ക മരുമക്കളും പലപ്പോഴും കാണാതെ പോകും. അതിന് മരുമക്കളെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർ വളർന്നു വന്ന സാഹചര്യങ്ങളാണ് അവരുടെ മനസ്സിലുള്ളത്. അത് മറ്റൊരു വീട്ടിലേക്ക് എത്തിച്ചേരുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയാതെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സ്വന്തം വീട്ടിൽ കഴിയുമ്പോഴെന്താണ്, എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാനും എന്താവശ്യം പറഞ്ഞാലും ചെയ്തു തരാനും സ്വന്തം ആവശ്യങ്ങൾ പോലും ചെയ്തു കൊടുക്കുന്ന മാതാപിതാക്കൾ വരെ ഉണ്ട്. അങ്ങനെ മക്കൾക്കെല്ലാം സ്വാതന്ത്ര്യത്തോടുകൂടി എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്നാണ് മറ്റൊരു വീട്ടിലേക്ക് എത്തുന്നത്. അവിടെ എത്തുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാതെ വരുമ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങുകയും, അപ്പോൾ അവിടെ നമ്മളെ ഏതൊരു വീട്ടിലും ഒരു മരുമകൾ വന്നു കഴിയുമ്പോൾ ആദ്യത്തെ ചോദ്യചിഹ്നം പോലെ നിൽക്കുന്നത് അമ്മായിയമ്മ തന്നെയാണ്. അമ്മായിയമ്മ പോര് എന്ന് പേര് കേട്ട് വച്ചിരിക്കുകയാണ്. മരുമകളുടെ പോര്, ഇത് രണ്ടും ഇങ്ങനെ കിടക്കും. പിന്നെ നാത്തൂൻ, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്, അച്ഛൻ, അമ്മ, 2 മക്കൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ. അപ്പം മകൻ എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും മകളേക്കാൾ ഉപരിയായിട്ട് സ്നേഹം കൊടുക്കും. ചില വീടുകളിൽ, ചിലയിടത്ത് മകൾക്കാണ് ഇത് കൊടുത്തത്. ഓരോരുത്തരുടെയും വീടിൻ്റെ പ്രത്യേകത അതെന്തും ആയിക്കൊള്ളട്ടെ. അപ്പം മകനെന്ന് പറയുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും ഭാവിയും കൂടാണ് അവർ അതിൽ കാണുന്നത്. തൻ്റെ മകൻ വലുതായി ജോലി സമ്പാദിച്ച് തങ്ങൾക്ക് വയ്യാതെ വരുമ്പോൾ തങ്ങളെ നോക്കും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഓരോ അച്ഛനും അമ്മയും മക്കളെ വളർത്തുന്നത്, അല്ലേ? അപ്പോൾ അവരുടെ ഉള്ളിലൊരു ഭയം രൂപപ്പെടുന്നത് ഈ കല്യാണ സമയമാകുമ്പോഴാണ്. മകനൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് കൊണ്ടുവരുമ്പോൾ അവൾ തങ്ങളോട് എങ്ങനെയായിരിക്കും പെരുമാറുന്നത്? കാരണം അവർക്ക് മുൻധാരണയുണ്ട്. പല വീടുകളിലും നടക്കുന്ന പ്രശ്നങ്ങൾ ഈ ഓരോ ദിവസവും ഈ അച്ഛനും അമ്മയും കേൾക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആദി എങ്ങനെയാവും ആ ആദിയാണ് അവരുടെ മനസ്സിൽ പല പല നീക്കുപോക്കുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ. അപ്പോഴെന്താണ്, ഇവർ ഈ മനസ്സിൽ ഈ മുൻധാരണയോടുകൂടി ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഈ മരുമകളെ പെട്ടെന്ന് ഉൾക്കൊള്ളുവാൻ പലപ്പോഴും കഴിയാതെ വരികയാണ്. മരുമകൾക്ക് സംഭവിക്കുന്നത്, അവരും ഒരു വീട്ടിൽ നിന്ന് അത്രയും വർഷം എല്ലാവരും നല്ല രീതിയിലും ജീവിച്ചിട്ട് വരുന്നു. ഇവിടെ അമ്മയാണെങ്കിൽ വലിയ പ്രതീക്ഷകളുമായിട്ട് ഇരിക്കുന്ന കൂട്ടത്തിൽ ലോകത്ത് ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളും ഉള്ളിലിരിപ്പുണ്ട്. അപ്പം ഈ അമ്മമാരുടെ മനസ്സെന്ന് പറയുമ്പോൾ എപ്പോഴും ആൺമക്കളോട് ചുറ്റിപ്പറ്റിയിരിക്കും. ഒരു പ്രത്യേക സ്നേഹമാണ് അമ്മമാർക്ക് ആൺമക്കളോട്. അപ്പം ഭാര്യ വരുമ്പോൾ ഭാര്യയ്ക്കും അല്പം സ്നേഹം കൊടുത്തല്ലേ പറ്റത്തുള്ളൂ. അല്പമല്ല, ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തേ പറ്റുള്ളൂ. അവർക്ക് കൊടുക്കേണ്ട സ്നേഹം കൊടുക്കണം. കാരണം ഈ ഒരു വീട്ടിൽ പുതുതായി വന്നു ചേരുന്ന ആളെന്ന് പറയുന്നത്, വെളിയിൽ നിന്ന് വന്ന ആൾ എന്ന് പറയുന്നത് ഈ ഭാര്യയാണ്, അല്ലേ? അപ്പം ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം ഭാര്യയ്ക്ക് കൊടുക്കണം. അപ്പോൾ ചില സമയങ്ങളിൽ അമ്മയ്ക്ക് തോന്നും, മകൻ എന്നോടിപ്പം പഴയതുപോലെ സ്നേഹമില്ലേ എന്ന് തോന്നലുണ്ടാകും. ആ തോന്നലാണ് പിന്നീടുള്ള പ്രശ്നങ്ങളിലേക്കെല്ലാം വഴി തെളിക്കുന്നത്. ഈ ഒരമ്മ തൻ്റെ മക്കളെ വളർത്തുക എന്ന് പറയുന്നത് വലിയ ഒരു കടമ്പ തന്നെയാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് വെച്ച് ഞാൻ പറയുകയാണ്. എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെ ആവാനാണ് ചാൻസ്. അതായത് ഒരു കുഞ്ഞ് ജനിക്കുന്ന ആ സമയം തൊട്ട്, ഉള്ളിൽ കുഞ്ഞ് വളരാൻ തുടങ്ങുന്ന സമയം തൊട്ടുണ്ടാകുന്ന കാര്യങ്ങൾ അവിടെ നിന്നുകൊണ്ട് നിർത്തിക്കൊണ്ട് പറയുകയാണെങ്കിൽ, കുഞ്ഞ് ജനിക്കുമ്പോൾ തൊട്ട് ഒരമ്മയുടെ ഉദയമാണ്. അവിടം തൊട്ട് പല കാര്യങ്ങളും ചെയ്ത് അറിയില്ലാത്തത് ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ തൻ്റെ കുഞ്ഞിനെ എത്ര നന്നായി നോക്കാമോ അതേ നന്നായി നോക്കി വളർത്തുക. ആ അമ്മയ്ക്കാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാനസികമായിട്ട് ഇങ്ങനെ കിടന്ന് അലട്ടുമ്പോൾ തനിക്ക് നഷ്ടപ്പെട്ടു പോയ സ്നേഹം തിരിച്ചു കിട്ടണം എന്നുള്ള ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിൽ നിന്നാണ് ചിലപ്പോൾ വാക്കേറ്റങ്ങൾ ഉണ്ടാകുന്നത്. അമ്മ കഷ്ടപ്പെട്ട് വളർത്തി, ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ മോൻ
ഭാര്യയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്നെ വേണ്ട. ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല. ഒരു അമ്മമാരും അങ്ങനെ ചിന്തിക്കണ്ട. അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ വെറുതെ നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മകനാണ്. നിങ്ങൾക്ക് നിലവിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ നിങ്ങളുടെ മകനൊപ്പം തന്നെ നിങ്ങളുടെ ഭർത്താവും കൂടെ ഉണ്ടാകും. ഇപ്പം ഭർത്താവ് നിങ്ങളെ വിട്ട് പോയിട്ടുള്ള ആളാണെങ്കിൽ അപ്പോഴാണ് ഇത് കൂടുതൽ സംഘർഷം ഉണ്ടാക്കുക. അപ്പോൾ എന്താണ്, മരുമകളുമായി തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ മകനോട് സംസാരിച്ച് ആ പ്രശ്നങ്ങളെല്ലാം മാറ്റി എന്താണ് ആത്യന്തികമായ ലക്ഷ്യം? നമ്മുടെ മനസ്സിന് സമാധാനമാണ്. ആ സമാധാനത്തിന് വേണ്ടി നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അമ്മയുടെ മനസ്സാണ് അത്. പിന്നീട് അമ്മായിയമ്മയുടെ മനസ്സാകുമ്പോഴാണ് അതിലിച്ചിരി ദേഷ്യമുണ്ട്, വെറുപ്പുണ്ട് എന്നൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടാകും അല്ലേ? അപ്പോൾ അമ്മ എന്നത് എന്നും അമ്മ തന്നെയാണ്. ഒരു കാരണവശാലും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊരാവശ്യം വന്നാൽ തീർച്ചയായിട്ടും ഈ അമ്മ എന്നുള്ള സ്ഥാനം അപ്പോൾ ഓർമ്മ വരുന്ന മക്കൾ തന്നെയാണ് ചുറ്റുപാടുമുള്ളത്. ചിലപ്പോഴൊക്കെ മരുമക്കളും വേറെ രീതിയിലൊക്കെ പോകുന്നുണ്ട്. അത് 100-ൽ എത്ര ശതമാനമാണ്? പക്ഷെ അമ്മ എന്ന് പറയുന്നത് ഭാര്യയേക്കാൾ ഉപരി അമ്മയെ സ്നേഹിക്കുന്ന മക്കളുമില്ലേ? അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ ഇങ്ങനെയുണ്ട്. അതുകൊണ്ട് നാളെ എന്താകും എന്നോർത്തോർത്ത് മനസ്സിൽ വേദനയുമായി ഓരോ നിമിഷവും കടന്നു പോകേണ്ട കാര്യമില്ല. ഈശ്വരൻ എന്നുണ്ട്, അല്ലെങ്കിൽ പ്രകൃതിയിലൊരു ശക്തിയുണ്ട്. നിങ്ങൾക്ക് ഒരു സാഹചര്യം മോശമായി വന്നാൽ അന്ന് നിങ്ങളുടെ ഒപ്പം നിൽക്കാൻ ഒരാൾ, നിങ്ങളുടെ മനസ്സ്, ഒരാൾ, നിങ്ങൾ പുറത്തുനിന്ന് ആ ശക്തി നിങ്ങളെ സഹായിക്കാനായി വന്നിരിക്കും. ആ ഒരു ഉറപ്പ് നിങ്ങളുടെ മനസ്സിൽ ആദ്യമേ കൊടുക്കുക. ഞാൻ മക്കളെ നോക്കി വളർത്തിയെങ്കിൽ അവരെന്നെ നോക്കിയില്ലെങ്കിൽ മറ്റൊരാൾ വന്നിരിക്കും. നിങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ നിങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാവണമെന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം. വന്നിരിക്കും. അങ്ങനെയുള്ള ഒരു വിഷമവും ഒരമ്മയുടെ മനസ്സിനും വേണ്ട. മനസ്സിനെ സമാധാനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. കാരണം ഓരോ വർഷം ചെല്ലുന്തോറും, ഓരോ ദിവസവും ചെല്ലുന്തോറും മനസ്സും ശരീരവും ഒരുപോലെ ക്ഷീണിക്കാൻ പാടില്ല. നമ്മുടെ ശരീരത്തിന് തീർച്ചയായിട്ടും ക്ഷീണങ്ങളുണ്ടാകും. പക്ഷേ ഒരിക്കലും മനസ്സിനെ ആ ക്ഷീണത്തിലേക്ക് തള്ളിവിടരുത്. മനസ്സിനുണ്ടാകുന്ന ക്ഷീണമാണ് ശരീരത്തിലെ ഓരോ രോഗങ്ങളായിട്ട് വരുന്നത്. ഇത് മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനസ്സിനെ എപ്പോഴും ശാന്തമാക്കി സന്തോഷത്തോടു കൂടി ഇരിക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് എന്ത് സന്തോഷം തരുന്ന എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ മനസ്സിന് സമാധാനം? അതൊക്കെ അങ്ങ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ വളർത്തി, അവർക്ക് ജോലിയായി, അവരെ വിവാഹം കഴിപ്പിച്ചു. അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു കടമ്പ കഴിഞ്ഞിരിക്കും. ഇനി നിങ്ങളുടെ ലൈഫ് നിങ്ങളാണ്. നിങ്ങളങ്ങോട്ട് എൻജോയ് ചെയ്യുക. മനസ്സിലായോ? അങ്ങനെ സമാധാനം സന്തോഷമായിട്ടിരിക്കുക.